ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് രാവിലെ എത്തിയിട്ടുള്ള എന്തെന്നറിയാമോ? നിങ്ങളെ തുടക്കത്തിലേ എനിക്ക് ചിരിയാണ് വരുന്നത്. ചിരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളും ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ പരീക്ഷണത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യുന്നിട്ടുണ്ട്. നമ്മൾ കാര്യം നടന്നതിന് ശേഷമല്ല ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ പരീക്ഷണം തുടങ്ങിയപ്പോൾ തന്നെ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണ് ഏതാണെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. 2-3 ദിവസം കൊണ്ട് ജോലിക്ക് പോകുന്നില്ല. ഏപ്രിൽ മാസം മെയ് മാസം മൊത്തം ലീവാണ്. എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ആൾക്കാർ പറയും പോലെ കണ്ണേറാണോ, ദൃഷ്ടിദോഷമാണോ, ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യമായിട്ട് നമ്മളും ജോലിക്കൊന്നും പോകുന്നില്ല. കൈ കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾക്കറിയാം. ഇതേ നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ട് പോയാലേ ഇത് പൊട്ടിയാൽ പിന്നെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതൊന്നും നമ്മൾ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ അവർ പറയും നമ്മൾ കള്ളം പറയണേണ്, തള്ളാണെന്ന് പറയും. ഇതൊക്കെ തെളിവ് സഹിതരിക്കുമ്പോൾ നമ്മൾ എന്തിനാ കള്ളം പറയുന്നത്? ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി വെയിലത്ത് പണിയെടുക്കപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഉറഞ്ഞ് പൊട്ടി, പിന്നെ അതും പറയുന്നവർക്ക് എന്തും പറയാം. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വീണ്ടും നമുക്ക് തന്നെയാണ്. എന്തായാലും നല്ല സമയം, എല്ലാം കൊണ്ടും നല്ല സമയമാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ വൈറലായി കിടക്കുന്നുണ്ട് കേട്ടോ. പല യൂട്യൂബേഴ്സും പല ഇതൊക്കെ ചെയ്ത് അവരും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അവരുടെ പേരും എനിക്ക് മറന്നുപോയി. എൻ്റെ സുഹൃത്തുക്കളെ പേര് ഓർത്ത് വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ അവരെ പേരും കൂടെ പറയണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അവരെ പേര്, എൻ്റെ ഗുരുവായൂരപ്പ എന്താണാവോ പേര്. ഇനി പേര് നോക്കണമെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും വീഡിയോ എടുക്കേണ്ടി വരും. എന്തായാലും ഒരുപാട് യൂട്യൂബർമാർ അവർ പറഞ്ഞതനുസരിച്ച് അവർ പരീക്ഷണങ്ങൾ നടത്തി അവർക്കെല്ലാം സക്സസ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് പേര് നമ്മുടെ കൂട്ടുകാരെ വീഡിയോസൊക്കെ കണ്ട് അവരൊക്കെ പറയുന്നു അവർക്ക് ചെയ്ത് നല്ല ഫലം, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാൻ കരുതി ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച്. കാരണം എന്ത് കാര്യമാണ് ഞാൻ പരീക്ഷിക്കണമെന്ന് അത് നടക്കുകയാണെങ്കിൽ പറയാം കേട്ടോ. കാരണം നമ്മളത് സക്സസ് ആയാൽ നിങ്ങളടുത്ത് ഉറപ്പായിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഞാനും ആ പരീക്ഷണം ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ. പലരും കാര്യമില്ലാണ്ട് ആരും പറയത്തില്ലല്ലോ, ആരും കാരണക്കേടും ഇല്ലാണ്ട് പറയില്ലല്ലോ. അവർക്ക് വീഡിയോ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തോ വയലാറാണ്. എന്ത് വയലാറാണ്? ജയന്തി വയലാറാണ്. ആ കൂട്ടുകാരിയുടെ പേരും എന്തോ, അത് പറഞ്ഞ ആ പരീക്ഷണം പറഞ്ഞ കൂട്ടുകാരിയുടെ ജയന്തി വയലാറാണോ എന്തോ പേരാണ്. എന്തായാലും വയലാറെന്ന് കേൾക്കുമ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ സഹോദരി എന്തോ അവർ ട്രൈ ചെയ്ത് അവർക്ക് അനുഭവം കിട്ടിയപ്പോഴത്തേക്ക് അവരിങ്ങനെ യൂട്യൂബിൽ വന്ന് പറഞ്ഞ് അത് കണ്ട് ഒരുപാട് ആൾക്കാരങ്ങനെ പരീക്ഷണം നടത്തി അവരെല്ലാം ആഗ്രഹിച്ച കാര്യം നടന്നെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനും കരുതി ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ യൂട്യൂബിൽ പല വീഡിയോസും കാണുന്നുണ്ട് കേട്ടോ. പല വീഡിയോസും കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും പരീക്ഷണം നടത്തിയിട്ടില്ല. ഒരു കാര്യത്തിനും ഒരുപാട് ഇങ്ങനെയുള്ള ചാനലുകളുണ്ട് കേട്ടോ. നമ്മുടെ കടം മാറാനായാലും, നമ്മുടെ കഷ്ടത മാറാനായാലും, കമ്പയർ മാറാനായാലും, ദൃഷ്ടിദോഷം മാറാനായാലും, അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ഇങ്ങനെ യൂട്യൂബിലുണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഒന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. പരീക്ഷിച്ച് നോക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ അനുഭവങ്ങളും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങിപ്പോയാലും ചില നാവുകളും കണ്ണുകളും നമുക്ക് എതിരാണ്. പല പട്ടും ഞാനും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ദൃഷ്ടിയും ചിലർക്ക് പിടിക്കത്തില്ല. നമ്മളെല്ലാം തികഞ്ഞവരൊന്നുമല്ല. നമ്മളെ ദൃഷ്ടിയും നാവും ചിലർക്കും പിടിക്കത്തില്ല. അതുപോലെ പലരുടെ നാവും ദൃഷ്ടിയും നമുക്കും പിടിക്കത്തില്ല കേട്ടോ. മനുഷ്യനായിട്ട് പറഞ്ഞ എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മളൊരു വഴിക്ക് പോയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കാരണക്കേടുകൾ കാണും, ഉറപ്പായിട്ടും കാണും. ഇല്ലാണ്ട് ആരും ഒന്നും പറയില്ലല്ലോ, അല്ലേ? അങ്ങനെ കാര്യവും കാരണക്കേടൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നത്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ അതൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആ പരീക്ഷണം പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് സംഭവം കാര്യം നേടിയതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഞാൻ പരീക്ഷണം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളോടൊക്കെ പറഞ്ഞതുകൊണ്ട് ആ കാര്യം നടക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ആ നടന്നാലും നടന്നില്ലെങ്കിലും എന്തായാലും ഞാൻ നിങ്ങളോടത് പറയുന്നതായിരിക്കും. പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. നടക്കുന്നതും നടക്കാതിരിക്കുന്നതുമൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം നമ്മളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട്. അവരുമൊക്കെ ഇത് പരീക്ഷണമെങ്കിൽ പരീക്ഷിക്കട്ടെ. എന്തായാലും നമുക്ക് ഒരുമിച്ച് പരീക്ഷിക്കാം. നിങ്ങളും എൻ്റെ കൂടെ തുടങ്ങിക്കോളൂ. ആദ്യം ആരെ കാര്യം നടക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേര്, അപൂർവം കുറച്ച് പേര് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നുള്ള. അപ്പോൾ ആ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരീക്ഷണം തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളെയും കൂടെ ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ നിങ്ങളും തുടങ്ങിക്കോളും. നമുക്ക് ആരുടെ കാര്യം ആദ്യം നടക്കണമെന്ന് നോക്കാം. അപ്പം നിങ്ങളത് നടന്ന് നിങ്ങൾക്ക് ഫലം കിട്ടി നിങ്ങൾ പറയണം ചേച്ചി കേട്ടോ, ചേച്ചിയുടെ കൂടെ ഞങ്ങൾ തുടങ്ങി, ഞങ്ങളുടെ കാര്യം നടന്നെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനും തുടങ്ങിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ 12 എന്നും പറഞ്ഞൊരു മാജിക് നമ്പർ വെച്ചിട്ട് പരീക്ഷണം നടത്തുന്നൊരു സംഭവമാണ്. 12 എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ യൂട്യൂബിലെ കൂട്ടുകാരിമാരൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ നമ്മൾ കാണാൻ ഇടയായി. അപ്പോൾ അവർ പറഞ്ഞ ആളിനെ ഞാനും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇന്ന് രാവിലെ ഞാനും ഒന്ന് അവരെ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവരിങ്ങനെ പലവട്ടം പറയുന്നുണ്ട്. അപ്പോൾ ഞാനും കരുതി എന്നാൽ ഞാനും ഒന്ന് പരീക്ഷിക്കാം. അവരെ ചാനൽ ഞാൻ സബൊക്കെ ചെയ്ത് അപ്പം ഞാനും പരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും അല്ലതാണ്ടേ ഈ കൈ കാണാൻ പറ്റുന്നുണ്ട്. ഈ കൈ നമ്മുടെ ഈ ഇടത് കൈയില്ലേ, ഈ ഇടത് കൈയിൻ്റെ ഈ മോതിര വിരലിൽ 12 എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 12 എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരാഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആഗ്രഹം നടന്നതിന് ശേഷം ആരുടെയും പറയാവോ ഉള്ളൂ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളത് എഴുതി ആഗ്രഹം നടന്നതിന് ശേഷമേ പറയാവുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഷെയർ ചെയ്തതുകൊണ്ട് കാര്യം നടക്കാതിരിക്കുമോ എന്നും എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഷെയർ ചെയ്തതുകൊണ്ട് കാര്യം നടക്കാതിരിക്കുമോ എന്നറിഞ്ഞൂടെ. എന്തായിരിക്കും നമുക്ക് കാര്യം നടന്നില്ലെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ എഴുതി അവർ രഹസ്യമായിട്ട് ചെയ്ത് കാര്യം നടക്കുന്നെങ്കിൽ നടക്കട്ടെ. എന്തായാലും ഞാൻ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എഴുതിയതാണ്. അവർ പറയുന്നുണ്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ എന്തോ സമയമുണ്ടെന്ന് പറയണം. അപ്പോൾ ഞാൻ എന്നും കിടന്ന് ഉറങ്ങുന്ന ഞാനുണ്ടല്ലോ, ജോലിക്ക് പോയില്ലെങ്കിൽ 9-10 മണിക്ക് കിടന്നുറങ്ങുന്ന ഞാനിന്ന് രാവിലെ എണീറ്റ് ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഞാനും 7 മണിക്ക് രാവിലെ 7 മണിക്ക് മുന്നേ ഞാനത് എഴുതിയിട്ട് നമ്മുടെ ഉറക്കവും പോയി അങ്ങനെ എഴുതിയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അത് അരമണിക്കൂർ അങ്ങനെ മായാണ്ട് വെച്ചേക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേറെ ജോലിയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇത്രയും സമയമായിട്ടത് മാഞ്ഞില്ല. കാര്യം നടക്കുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. കാര്യം നടന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സംഭവം തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളോടത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട്. അവർക്കിത് നമുക്ക് ഫലം കിട്ടിയില്ലെങ്കിലും അവർക്ക് ഫലം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഇത് ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെ ആക്കാൻ പറ്റുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അത് നിങ്ങളോട് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളോടത് എത്തിച്ചതുകൊണ്ട് കാര്യം നടക്കുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് കാര്യം നടന്നില്ലെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെങ്കിലും നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമുക്ക് കിട്ടിയ അറിവ് നിങ്ങളിൽ ഞാൻ എത്തിച്ചത് കേട്ടോ. എന്തായാലും ഞാൻ ഇന്ന് എഴുതി ഇനി നാളെ മറന്നു പോകുമെന്നറിയില്ല. ഇന്ന് എഴുതി അതിന് നാളെ മറന്നു പോകുമെന്ന് അറിയില്ല. 21 ദിവസം ചെയ്യണമെന്നാണ് പറയണത് കേട്ടോ. 21 ദിവസം ഇത് ചെയ്യണമെന്നാണ് പറയണത്. 12 എന്ന് നമ്മുടെ ഇടത് കയ്യിൽ അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒന്ന് പച്ചമഷി എന്നാണ് പറയണത്. പച്ചമഷി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നീല മഷി ഇട്ട് എഴുതി വെച്ചേക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും കാത്തിരുന്ന് നോക്കാമെന്നുള്ള വിശ്വാസത്തിൽ ഞാനും പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങൾ എൻ്റെ കൂടെ ഇത് പരീക്ഷിക്കുക. ആദ്യം ആർക്കാണ് കാര്യം നടക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊന്ന് രാവിലെ ഞാൻ ചെയ്തതുകൊണ്ട് രാവിലെ നിങ്ങളോട് പറഞ്ഞ് രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുകയാണ്. ആഗ്രഹങ്ങൾ എന്നെപ്പോലെ നിങ്ങൾക്കും നമുക്കും എല്ലാം പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ നിർത്തുന്നു. ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഒരുപാട് നമ്മളിങ്ങനെ ഫോണിലിട്ടിരുന്ന നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എടുക്കുന്നു. ഇപ്പം തന്നെ സമയം പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോസിന് സമയവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പം തന്നെ ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും
ഇതുപോലെ നല്ലത് എഴുതി നല്ലതൊക്കെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നിവിടെ നിന്ന് ഞാൻ നിർത്തുന്നു. ടാറ്റ ബൈ ബൈ.